ഹായ് ഓൾ, വെൽക്കം ടു എക്സൻ വേ ലേണിംഗ്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ വന്നിട്ടുള്ള ജെയ്മീൻസ് 2025 ജാനുവരിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. നമ്മൾ 3 സബ്ജക്റ്റിലെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള 3 സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ജെയ്മീൻ 2025 ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോക്കിയിരിക്കുക. ഇപ്പോൾ നമ്മൾ ബൈനോമിയൽ തിയറമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കെന്നാൽ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So sigma 0 to 5 11c 2r plus 1 divided by 2r plus 2 is equal to m by n എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ GCD ഓഫ് m by m, n equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എമ്മിൻ്റെ എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് വെച്ചാൽ 1 ആണ്. എന്ന് വെച്ചാൽ ബേസിക്കലി കാര്യമായിട്ടൊന്നുമില്ല, എം എന്നും തമ്മിൽ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അവരേറ്റവും സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ ആണ് m by n എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ m മൈനസ് എൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് ഇതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. യെസ്, സോ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് നോക്കാം. സോ 11c 2r plus 1, അല്ലെങ്കിൽ ഞാൻ വേറെ ഇങ്ക് എടുക്കാം. ഓക്കെ, 11c 2r plus 1 ഡിവൈഡ് ബൈ 2r plus 2 നമ്മൾ പഠിച്ചു കാണും. സോ NCR എന്ന് വെച്ചാൽ n by r ഇൻറ്റു n-1c r-1. ഓക്കെ, ഇനി മൊത്തത്തിൽ എന്നിന് n+1 ആക്കാൻ പോവാണ്, ആറിന് r+1 ആക്കാൻ പോവാണ്. സോ n+1 c r+1 എന്ന് വെച്ചാൽ n+1 by r+1 ഇൻറ്റു NCR. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ NCR ഈക്വൽ എന്തായിരിക്കും? r+1 ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു n+1 c r+1 ആയിരിക്കും. ഈ സംഭവം കൊണ്ട് ഞാൻ റിപ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ NCR വരാൻ പോകുന്നത്. ആ NCR ഞാൻ ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ r+1 ഡിവൈഡ് ബൈ n+1. r+1 എന്ന് വെച്ചാൽ എന്താ? ഈ ടേമിനെ 1 കൂട്ടുക, അപ്പോൾ 2r+2 ഡിവൈഡഡ് ബൈ ഈ ടേമിനോട് 1 കൂട്ടിയാൽ 12 വരും. അതായിരിക്കും ഇവിടെ വരിക 12c 2r+2 ഡിവൈഡ് ബൈ 2r+2 ഉണ്ട്. അപ്പോൾ 2r+2 കട്ടായി പോയാൽ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് 1/12 ഇൻറ്റു 12c 2r+2 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സിഗ്മ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് 1/12 ഇൻറ്റു സിഗ്മ r ഈക്വൽ ടു 0 മുതൽ 5 വരെ 12c 2r+2. അതായത് എന്താ സംഭവം? 1/12 ഇൻറ്റു 1/12 ഇൻറ്റു 12c2 പ്ലസ് 12c1 12c4 അങ്ങനെ ആഡ് ചെയ്ത് 12c12 വരെ ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ ഈവൻ ഡിജിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഓക്കെ, യെസ്, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കാണും. നമുക്ക് 12c0 പ്ലസ് 12c അല്ലെങ്കിൽ NC0 പ്ലസ് NC1 പ്ലസ് NC2 അങ്ങനെ NCN വരെ ആഡ് ചെയ്താൽ 2^n ആണ്. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ 1 + x all raised to n ഉണ്ടായിരിക്കും. 1 + x all raised to 12 ഞാൻ എടുക്കാൻ പോകാം. അതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് ഫസ്റ്റ് 1 പ്ലസ് 12c1x പ്ലസ് 12c2x² പ്ലസ് 12c3x³ അങ്ങനെ പോയി 12c12 x raised to 12 ഉണ്ടായിരിക്കും. അതുപോലെ 1 - x all raised to 12 എടുക്കുക. അതിൻ്റെ വാല്യൂ എന്താ വരിക? 1 - 12c1 into x പ്ലസ് 12c2x² പ്ലസ് 12c3 പ്ലസ് അല്ല മൈനസ് 12c3x² x³ അങ്ങനെ അവസാനം 12c12 x raised to 12 ഉണ്ടാവും. ഈ രണ്ട് ടേംസ് കൂടി ഈ രണ്ട് സംഭവം കൂടി നേരെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാം? 1 + x all raised to 12 പ്ലസ് 1 - x all raised to 12 is equal to ഈ പ്ലസ് മൈനസ് വരുന്ന ടേംസ് എല്ലാം കട്ടായി പോവും. ബാക്കി വരുന്ന ടേംസ് എല്ലാം 2 ടൈംസ് ആവും. സോ 2 ടൈംസ് ഓഫ് 1 പ്ലസ് 12c1x പ്ലസ് 12c2x² അതായത് വരുള്ളൂ. അടുത്ത് 12c4 x raised to 4 വരും. അങ്ങനെ അവസാനം 12c12 x raised to 12 വരും.
ഇനി ഇതിൽ നിന്ന് നമുക്ക് സംഭവം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി. എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ ഇവിടെ വാല്യൂസ് എന്താ വരിക? ഈ ഒരു ടേം 0 ആയിപ്പോവും. ഈ ഒരു ടേം 2^12. സോ 2^12 is equal to 2 into 1 plus ഇത് 12c2 plus 12c4 plus അങ്ങനെ 12c12 വരെയുള്ള സംഭവം. ഓക്കെ, ബേസിക്കലി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതല്ല, ഇതിൻ്റെ ബൈ 12 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതെന്താ വരിക? ആ വാല്യൂ ഇവിടെ വരാൻ പോകുന്നത് ഇതിങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2^11 minus 1 is equal to എന്ത് വരും? 12c2 plus 12c4 plus അങ്ങനെ 12c12 വരും. അപ്പോൾ നമ്മൾ ആൻസർ വരാൻ പോകുന്നത് എന്താ വരിക? 1/12 into 2^11 minus 1 ആയിരിക്കും. 2^11 minus 1 എന്ന് വെച്ചാൽ എന്താ വരിക? 2^11 എന്ന് വെച്ചാൽ 2^10ൻ്റെ വാല്യൂ നമുക്കറിയാം 1024 ആണ്. 2^11 എന്ന് വെച്ചാൽ 2048 ആണ്. അതിൽ നിന്ന് 1 പോയാൽ 2047 divided by 12 വരാം. സോ ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. യെസ്, 3 ഏതായാലും ഇവിടെ കോമൺ അല്ല. 3 എന്തായാലും ഇതിൻ്റെ ഫാക്ടർ അല്ല. 6 + 7 13 ആണ്. യെസ്, 13 എന്തായാലും 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, 6 കൊണ്ട് ഡിവിസിബിൾ അല്ല, 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഓക്കെ, സോ ഇവർ m/n എന്നുള്ള ഫാഷനിലായി. അങ്ങനെയെങ്കിൽ m-n ആയിരുന്നു നമ്മൾ ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരിക? 203. ഇതായിരിക്കും റൈറ്റ് ആൻസർ. m-n വാല്യൂ 2035 ആയിരിക്കും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താ ചെയ്താൽ മതി? ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സംഭവം അറിയുന്നില്ലെങ്കിൽ, ഇതുവരെ കണ്ടെത്തിയിട്ട് ഇതിനെ ഈ ഫോമിലേക്ക് എത്തിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നേരെ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാലും മതി. പക്ഷെ കുറച്ചും കൂടി സമയം എടുക്കും എന്നേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്. സോ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ബി ദ കോഎഫിഷ്യൻസ് ഓഫ് x⁵7 x⁵5 x⁵3 ആൻഡ് x റെസ്പെക്റ്റീവ്ലി ഓഫ് ദി എക്സ്പാൻഷൻ. ഇതിൻ്റെ എക്സ്പാൻഷനിലുള്ള ഓരോ ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? യെസ്, ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ u+v ആണ് ചോദിച്ചത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് a ആണ്, ഇത് b ആണ്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. a + b all⁵5 plus a - b all⁵5 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a + b all⁵5 കണ്ടുപിടിച്ചാൽ നമുക്ക് a⁵5 plus 5a³ b a⁴b പ്ലസ് 5c2. 5c2 എന്താ വരാൻ പോകുന്നത്? 5 × 4 divided by 2 എന്ന് വെച്ചാൽ 10 വരും. 10a³ b a³b² പ്ലസ് അടുത്ത് 10a² b³ പ്ലസ് അടുത്ത് വരാൻ പോകുന്നത് 5ab⁴ പ്ലസ് b⁵5. ഇതാണ് സംഭവം. അതിൻ്റെ കൂടെ നമ്മൾ a - b all⁵5 കൂടി ആഡ് ചെയ്താൽ എന്താ വരിക? a⁵5 minus 5a⁵b plus 10a³ b² minus 10a² b³ plus 5ab⁴ minus b⁵5. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകും. എന്നിട്ട് ഒരു ബൈ 2 കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? a + b all⁵5 plus a - b all⁵5 is equal to 2 times a⁵5 plus 10a³ b² plus 5ab⁴. യെസ്, ഇത് ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്ക് പകരം ഈ വാല്യൂ എക്സ് കൊടുക്കുക. യെസ്, എക്ക് പകരം എക്സ് കൊടുക്കുക, ബിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് ഈ ഒരു സംഭവത്തിനെ ഒരു ടി എന്നങ്ങ് വിളിക്കാം. എഴുതാനുള്ള എളുപ്പത്തിന് ഒരു ടി എന്നങ്ങ് വിളിക്കാം. സോ ടി is equal to എക്ക് പകരം എക്സ് കൊടുക്കുക, ബിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുക. സോ 2 ടൈംസ് എക്ക് പകരം എക്സ് കൊടുത്താൽ ഇത് x⁵5 പ്ലസ് 10 × x³ × b². b² എന്ന് വെച്ചാൽ ഈ ടേമിൻ്റെ സ്ക്വയർ, അതായത് x³ - 1. ആ റൂട്ട് അങ്ങ് ഇല്ലാണ്ടായി. അടുത്തത് 5 × എക്ക് പകരം എക്സ് ആണ്, ബിക്ക് പകരം ഈ വാല്യൂ കൊടുത്താൽ അത് x³ - 1ൻ്റെ സ്ക്വയർ ആയി മാറും. ഓക്കെ,
ഇനി നമുക്ക് ആ 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2x⁵5 പ്ലസ് അല്ല വേണ്ട 2 അവസാനം നമുക്ക് മൾട്ടിപ്ലൈ x⁵5 പ്ലസ് ഇതെന്ത് വരും 10x⁶ മൈനസ് 10x³ പ്ലസ് 5x ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക x⁶ മൈനസ് 2x³ പ്ലസ് 1. ഓക്കെ, ഇനി ഇത് നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഓക്കെ, ടീൻ്റെ വാല്യൂ ആണിത്. യെസ്, സോ ഇതിന് ഒന്നും കൂടി റെഡിയാക്കിയാൽ 2 ഇൻറ്റു x⁵5 പ്ലസ് 10x⁶ മൈനസ് 10x³ പ്ലസ് ഇതെന്ത് വരും 5x⁷ മൈനസ് 10x⁴ പ്ലസ് 5x. സോ അവസാനം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഫുള്ള് കറക്റ്റ് ജനറൽ ടേം എന്നുള്ള രീതിയിൽ എഴുതിയാൽ 2 ഇൻറ്റു 5 10x⁷ വരും. അടുത്ത x⁶ ടേം എടുത്താൽ 20x⁶ വരും. അടുത്ത x⁵5 ടേം എടുത്താൽ 2x⁵5 വരും. x⁴ ടേം എടുത്താൽ -20x⁴ വരും. ക്യൂബിൻ്റെ ടേം എടുത്താൽ -20x⁵3 വരും. അടുത്തത് 2ൻ്റെ ടേം ഇല്ല, ലാസ്റ്റ് ഒരു 10x ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടി വരാൻ പോകുന്നത്. അതിൽ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നുള്ളത് x⁵7ൻ്റെ വാല്യൂ ആണ് ആൽഫ. x⁵5ൻ്റെ ഈ കേസാണ്. ഓക്കെ, 2x⁵5. ഓക്കെ, ഇത് തന്നെയാണ്. ഇതാണ് ബീറ്റ, 2 ആണ് ബീറ്റ. ഗാമ എന്ന് വെച്ചാൽ x³ വാല്യൂ ആണ്. ഇതാണ് ഗാമ. ഡെൽറ്റ എന്ന് വെച്ചാൽ 10 ആണ്. സോ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി അങ്ങ് സോൾവ് ചെയ്താൽ. ഓക്കെ, സോ ആൽഫ യു പ്ലസ് ബീറ്റ വി ഈക്വൽ ടു 18. ആൽഫ യു പ്ലസ് ബീറ്റ വി ഈസ് ഈക്വൽ ടു എന്ത് വരും 18 എന്ന്. ഓക്കെ, അടുത്തത് ഗാമ യു പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു 20. ഗാമ യു പ്ലസ് ഡെൽറ്റ വി 10v ഈസ് ഈക്വൽ ടു 20. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. സോ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5u പ്ലസ് വി ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓക്കെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2u പ്ലസ് വി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നേരെ മൈനസ് ചെയ്താൽ നമുക്ക് 7u ഈക്വൽ ടു 7 എന്ന് കിട്ടും. u ഈക്വൽ ടു 1 ആണ്. ആ വാല്യൂ ഇതിൽ കൊടുത്താൽ u ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് v ഈക്വൽ ടു 4 കിട്ടും. സോ u പ്ലസ് വി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. u പ്ലസ് വിൻ്റെ വാല്യൂ 5 ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, 5 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇതും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ റേസ് ടു 5 ചെയ്യേണ്ട, പകരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതും ഞാനിവിടെ എഴുതി വെച്ച മാതിരി നിങ്ങൾ എക്സാമിൽ എഴുതി വെക്കണ്ട. നിങ്ങൾ ഈ ടേം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ സമയം കളയും. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് ഫുൾ ഇങ്ങനെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഫുൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ എക്സാമിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഫുൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കി മൈൻഡിൽ ചെയ്യുക, ഇത് രണ്ടും കൂടി എഴുതി വെക്കുക, എന്നിട്ട് ഓരോ ആൾട്ടർനേറ്റിംഗ് ആയുള്ള ടേംസ് മാത്രം എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഇതിന് വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, യെസ്, ഇത് ഡയറക്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമ്മൾ ഔട്ട് ഓഫ് ദി വേ പോയി കണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, സോ r ഈക്വൽ ടു 1 to 30 r² ഇൻറ്റു 30cr ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 30cr മൈനസ് 1 ഈക്വൽ ടു ആൽഫ ഇൻറ്റു 2⁻29 ആണ്. ആൽഫൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കാൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കാര്യം ചെയ്യാൻ പോവാണ്. r², ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ മാത്രം നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. സോ അത് r² ഇൻറ്റു 30cr ഇൻറ്റു 30cr എന്ന് വെച്ചാൽ എന്താ വരിക, 30 ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു 30 മൈനസ് r ഫാക്ടോറിയൽ. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. 30 ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു 30 മൈനസ് r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 30 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 31 മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, ഇതിൽ കട്ട് ചെയ്യേണ്ട കുറേ ടേംസ് ഉണ്ട്.
30 ഫാക്ടോറിയലും കട്ടായി പോവും. ഈ ആർ ഫാക്ടോറിയലും ഒരു ആർ ഫാക്ടോറിയലും കൂടി, ഈ ആറും ഒരു ആർ ഫാക്ടോറിയലും കൂടി കട്ട് ചെയ്താൽ ഇവിടെ r-1 ഫാക്ടോറിയൽ വരും. ആ r-1 ഫാക്ടോറിയലും ഈ r-1 ഫാക്ടോറിയലും കൂടി കട്ടായി പോകും. ഇനി അടുത്തത് ഇവിടെ 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, അത് രണ്ടും കട്ടായി പോയാൽ ഇവിടെ r-1 ഫാക്ടോറിയൽ വരും. ഓക്കെ. ഇനി 30-1 ഇത് രണ്ടും കൂടി കട്ടായാൽ ഇവിടെ 31 - 6 ഫാക്ടോറിയൽ ഒന്നുമില്ല, ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? മേലെ 30 ഫാക്ടോറിയൽ ഉണ്ട്, 31 - r ഫാക്ടോറിയലും, സോറി ഫാക്ടോറിയൽ ഇല്ല, 31 - r കൂടി ഉണ്ട്. പിന്നെ താഴെ എന്താ ഉണ്ടായിരിക്കാം? യെസ്, ഒരു r-1 ഫാക്ടോറിയൽ ഉണ്ട്, പിന്നെ ഒരു 30 - r ഫാക്ടോറിയലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഈ 30 ഫാക്ടോറിയലിനെ നമ്മളൊരു 30 അങ്ങ് എടുക്കാം. ആ 30 അങ്ങ് എടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 30 × 29 ഫാക്ടോറിയൽ ഇൻറ്റു 31 - r ഇൻറ്റു ഡിവൈഡഡ് ബൈ r-1 ഫാക്ടോറിയൽ ഇൻറ്റു 30 - r ഫാക്ടോറിയൽ. അതിൽ ഈ 3 ടേംസ് നോക്കിയാൽ ഇതെന്താ സംഭവം? ഇത് 29c r-1 എന്ന് വെച്ചാൽ 30 × 31 - r ഇൻറ്റു 29c r-1 ആണ് ഇത് വരാം. ഇതാണ് നമുക്ക് ആഡ് ചെയ്ത് പോവേണ്ടത്. ഓക്കെ, ഇത് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് ആൻസർ കിട്ടും. സോ ഇതിൻ്റെ സിഗ്മ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ r = 1 to 30. ഓക്കെ, സോ ഇതിൻ്റെ സിഗ്മയും കൂടി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ അല്ല, സോറി. സോ സിഗ്മ r = 1 to 30, 30 × 31 - r ഇൻറ്റു 29c r-1. അതിൽ r-1 പകരം നമുക്ക് r-1 ആണ്, യെസ്, r = 1 to 30 ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ r-1 ഉള്ളത്. നമുക്ക് കാര്യം ചെയ്യാം, r = 0 മുതൽ 29 വരെ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ സിഗ്മ r = 0 മുതൽ 29 വരെ. സോ 30 ഇൻറ്റു നമ്മൾ എന്താ ചെയ്ത് r-1നെ r വെച്ച് റിപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ r-1 r വെച്ച് റിപ്ലേസ് ചെയ്താൽ ഇവിടെ എന്താകും? 29c r ആയി മാറും. സോ ഇവിടെ എന്താകും? 31 - r ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 31 - r എന്ന് വെച്ചാൽ 30 - r, ഓക്കെ, -1. യെസ്, അങ്ങനെയാണെങ്കിൽ അത് 30 - r ആവാനാണ് ചാൻസ്. 30 - r ആയി. ഇനി നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ സിഗ്മ r = 0 മുതൽ 29 വരെ 30 × 30 - r ഇൻറ്റു 29cr. സോ ഫസ്റ്റത്തെ ടേം നമുക്ക് 30² എന്നാക്കി എടുക്കാം. ഓക്കെ, 30² ഇൻറ്റു 29cr, അടുത്തത് മൈനസ് 30 ഇൻറ്റു സിഗ്മ r = 0 മുതൽ 29 വരെ r ഇൻറ്റു 29cr. അതിൽ ഈ ടേമിനെ നമുക്ക് 30 നമുക്ക് മറ്റേ സൈഡിലേക്ക് അങ്ങ് എടുക്കാം, അത് കുഴപ്പമില്ല. 30² ഇൻറ്റു r = 0 മുതൽ 29 വരെ. ഈ ടേമിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്കറിയാം. സോ NC0 + NC1 + NC2 + അങ്ങനെ NCn വരെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2n ആയിരിക്കും. ഇവിടെ അത് 229 ആണ്. ഓക്കെ, 30². ഇനി അടുത്ത് മൈനസ്, ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. r ഇൻറ്റു 29cr. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് 1 + x all n അങ്ങ് ഒന്ന് കണ്ടുപിടിക്കാം. അതെന്താ വരാൻ പോകുന്നത്? സിഗ്മ r = 0 മുതൽ n വരെ NCr ഇൻറ്റു x⁻r ആയിരിക്കും. സോറി, x⁻r ആയിരിക്കും. ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ n ഇൻറ്റു 1 + x all n - 1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് x ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സിഗ്മ r = 0 മുതൽ n വരെ NCr ഇൻറ്റു r ഇൻറ്റു x⁻r - 1. ഇനി എന്താ ചെയ്യാം? നേരെ n-ന് 1 കൊടുക്കാം, സോറി x-ന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്താവും? n ഇൻറ്റു 2n - 1 = സിഗ്മ r = 0 മുതൽ n വരെ NCr ഇൻറ്റു r. ഓക്കെ, ഇതേ സംഭവമാണ് ഇത്. ഇതാണ് ഇതേ സംഭവം. n-ന് പകരം 29 കൊടുത്തു എന്ന്. ഓക്കെ, അങ്ങനെ n-ന് പകരം 29 കൊടുത്താൽ ഇവിടെ അതിൻ്റെ വാല്യൂ എന്താവും? -30 ഇൻറ്റു n ഇൻറ്റു 2n - 1, അതായത് 29 ഇൻറ്റു
2 raised to 29 minus 1 28 എന്ന്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക. 30 സ്ക്വയർ ഇൻറ്റു 2 raised to 29 മൈനസ് 30 ഇൻറ്റു 29 ഇൻറ്റു 28. സോ ഇതിലേക്ക് കാര്യം ചെയ്യാം, 2 raised to 29 അങ്ങ് പുറത്തെടുക്കാം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. 2 raised to 29 പുറത്തെടുക്കാം. 2 raised to 29 പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫിൻ്റെ വാല്യൂ എന്താ വരിക? ഇതിന് 2 raised to 29 പോലെ അവിടെ 30 സ്ക്വയർ മാത്രം ഉണ്ടാവുക. 30 സ്ക്വയർ എന്ന് വരും. ഈ ടേമിൽ നിന്നും 2 raised to 29 പോയാൽ ഇത് 2 raised to 28 പോയി. ഇനി ഒരു 2 കൂടി കളയണം. 2 കൂടി കളഞ്ഞാൽ ഇതിൽ നിന്ന് 2 കൂടി കളഞ്ഞാൽ അവിടെ 19 15 വരെ. 15 ഇൻറ്റു 29. ഓക്കെ, ഇനി ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 300 ഇത് 900 ആണ്. സോ 29 ഇൻറ്റു 50 വെച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 300 ഇൻറ്റു 15 30 ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് 450 കിട്ടും. അതിൽ നിന്നും ഒരു 15 അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ 435 ഇതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്താൽ മൈനസ് 435 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സോ 465 ആയിരിക്കും ആൽഫയുടെ വാല്യൂ. ആൽഫയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 465. ഓക്കെ, സോ ഇത് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സംഭവത്തിൽ നിന്നും ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിൽ നിന്നും നമ്മൾ 30 പുറത്തെടുത്താൽ ഇങ്ങനെ ഒരു NCR ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടണം. ഇങ്ങനെ NCR ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഐഡിയ കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ആക്കി എഴുതണം. ഇങ്ങനെ ഒരു സംഭവം, പിന്നെ ഇങ്ങനെ ഒരു സംഭവം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അത് 2 raised to 29 ആണ്. ഇത് സംഭവം ഇങ്ങനെ ചെയ്യാൻ പറ്റണം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഓൾ റാഷണൽ ടേംസ് ഓഫ് ദി എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊരു ബൈനോമിയൽ തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തമുള്ള എക്സ്പാൻഷനിൽ റാഷണൽ ടേംസ് മാത്രം എന്താണോ അവരുടെ സമ്മ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം കൺസ്ട്രെയിൻറ്റിനുള്ളിൽ ചെയ്യേണ്ട സംഭവമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈനോമിയൽ തിയറി യൂസ് ചെയ്ത ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ട്രൈനോമിയൽ തിയറം അല്ലെങ്കിൽ മൾട്ടിനോമിയൽ തിയറം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 3 ടേംസ് ഉണ്ട്. a + b + c ഓൾ റേസ് ടു n ആണ്. അതെന്താ വരിക എന്ന് വെച്ചാൽ സിഗ്മ ഓരോ ടേം എന്താ വരിക എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു p ഫാക്ടോറിയൽ ഇൻറ്റു q ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഓക്കെ, ഇൻറ്റു a റേസ് ടു p b റേസ് ടു q c റേസ് ടു r. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ p + q + r എന്ന് വെച്ചാൽ n ആയിരിക്കും. പിയും ക്യൂവും ആറും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും n കിട്ടണം. ഇതാണ് നമ്മുടെ കേസ്. സോ 1 + 2 raised to 1/3 + 3 raised to 1/2 all raised to 6 എന്ന് വെച്ചാൽ സിഗ്മ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ ഇൻറ്റു q ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഇൻറ്റു 1 raised to p 2 raised to 1/3 all raised to q എന്ന് വെച്ചാൽ 2 raised to q/3 പിന്നെ c 3 raised to r/2. ഇതാണ് കേസ് വരാൻ. ഇതിന് മൊത്തം ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഏത് വരുന്നും റേഷണൽ ടേംസ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ. സോ ഞാനിവിടെ പിക്കും ക്യൂക്കും ആറിനും വരാൻ പറ്റിയ കുറച്ച് വാല്യൂസ് ലിസ്റ്റ് ചെയ്യാം. പിയും ക്യൂവും ആറും. സോ ഓക്കെ, അതിൽ ഞാൻ ക്യൂവിൻ്റെ വാല്യൂസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്യൂവിന് ഞാനൊരു 0 കൊടുത്തു. ഓക്കെ, എന്ന് വെച്ചാൽ ഈ 2ൻ്റെ പവറാണ്, 2 raised to 1/3 പവറാണ്. ക്യൂക്ക് 0 എടുത്താൽ ഈ ടേം എന്തായാലും റാഷണൽ ആവും. ഓക്കെ, ബാക്കി ഇത് രണ്ടും റാഷണൽ ആയാൽ മതി. സോ ഇവിടെ 0 എടുത്താലും റാഷണലാണ്, ഇവിടെ 6 ആവും. അപ്പോൾ ഒരു 0 6 എന്നുള്ള ഒരു ടേം. ഇനി അടുത്ത് ഇവിടെ 0 കൊടുക്കാം. ഇവിടെ ആറിന് ഒരു 2 വരാൻ പറ്റും. 2 വന്നാൽ റാഷണൽ ആവും. സോ ഇവിടെ 2 വരും, ഇവിടെ 4 വരും. പിക്ക് പിന്നെ 4 വന്നാലും എന്ത് വന്നാലും അത് റാഷണലായിരിക്കും. ഇനി ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം, അപ്പോൾ ഇവിടെ 2 വരും. ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 6 കൊടുക്കാം, അപ്പോൾ ഇവിടെ 0 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ആയി. അപ്പോൾ ക്യൂക്ക് വരാൻ പറ്റുന്ന 0 വെച്ചുള്ള ടേംസ് എല്ലാം ആയി. ഇനി നമുക്ക് ക്യൂക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് വെച്ചാൽ 3 ആണ്. കാരണം 3/3 എന്ന് വെച്ചാൽ 1 ആണ്, റാഷണൽ. ഇവിടെ 3 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഇവിടെ 2 വരും, ഇവിടെ 1 വരും. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്താൽ 6 ആയി. ഓക്കെ, ഇനി 3 വെച്ചിട്ട് വേറെ ടേംസ് ഒന്നും വരാൻ പറ്റില്ല. കാരണം 3 വെച്ച് ഇവിടെ വേറെ 4 ആണ് വരേണ്ടത്. 4 പോസിബിൾ അല്ല. 0 പോസിബിൾ.
ഇവിടെ 3 വെച്ചിട്ട് ഇവിടെ 0 വെക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള 3 ടേംസ് ഉണ്ടായിരിക്കും, അതിങ്ങോട്ട് വരും. ഓക്കെ, ഇനി വേറെ വാല്യൂസ് പോസിബിൾ ആണോ നോക്കാം. 6 കൊടുത്ത് നോക്കാം. സോ ഇവിടെ 6 കൊടുത്താൽ ഇവിടെ 0, ഇവിടെ 0, അതും പോസിബിൾ ആണ്. 6 0. സോ ഇത്രയും ടേംസ് ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ, ഇത് ഫുള്ള് വിസിബിൾ അല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഇതും കൂടി ഞാനൊന്ന് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, യാ ഓക്കെ. ഇനി നമ്മൾ കാര്യം ചെയ്യാം, പിക്കും ക്യൂക്കും ആറിനും വരാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം കൂടി ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. അത് മാത്രമാണ് പരിപാടി. സോ ഫസ്റ്റ് പിക്ക് 6 വരുന്ന ഈ ഒരു കേസ് നോക്കാം. അതെന്താ വരാൻ പോകുന്നത്. സോ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ 1/6, അത് 1 തന്നെയാണ്. 2/0, 3/0 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തിട്ട് അപ്പോൾ ഇത് കൗണ്ടായി. ഇനി അടുത്തത് 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു p raised to 4, 1 raised to 4 and 3 raised to 2/2, അപ്പോൾ 1 എന്ന് വരും. സോ 3 raised to 1, 3. ഓക്കെ, അപ്പോൾ ഇത് കൗണ്ടഡായി. ഇനി നമുക്ക് അടുത്ത ടേം എടുക്കാനുള്ളത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ 4 ആണുള്ളതെന്ന് വെച്ചാൽ 6 4 വരും, അപ്പോൾ 3 സ്ക്വയർ ആണ് വരിക, അപ്പോൾ 9 വരും. അപ്പോൾ ഇതും കൗണ്ടഡായി. ഇനി അടുത്ത ടേം എന്താ വരാൻ പോകുന്നത്. ഓക്കെ, എല്ലാം കൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ടേം വരാൻ പോകുന്നത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ. അവിടെ 0 ഫാക്ടോറിയൽ ഉണ്ട്. 0 ഫാക്ടോറിയൽ 1 ആയതുകൊണ്ട് നമ്മൾ അവിടെ എഴുതാത്തതാണ്. സോ യെസ്, 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 raised to 6/2, 3 raised to 3 എന്ന് വരും, അത് 27 ആണ് വരും. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ ഇതും കൗണ്ടഡായി. ലാസ്റ്റ് 6 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്താ വരാൻ പോകുന്നത്. ഇവിടെ 3 ആണ്, അപ്പം ക്യൂക്ക് 3 വരും, അപ്പോൾ 2 ഉണ്ടായിരിക്കും. ഇൻറ്റു 2 ഇൻറ്റു 3 raised to 2/2, അപ്പോൾ 3 വരും. അപ്പോൾ ഇതും കൗണ്ടഡായി. ഇനി അടുത്തത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 3 വരും, അത് കൗണ്ട് ചെയ്യേണ്ട. ഇവിടെ 3 വരും, അപ്പോൾ ഇവിടെ 2 ആണ് ഉണ്ടാവുക, 2 കൗണ്ട് ചെയ്യും. ഇനി ലാസ്റ്റ് ടേം ആണ് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ക്യൂക്ക് 6 വരും, 6/3 2 ആണ്, അപ്പോൾ 2 സ്ക്വയർ 4 ആണ് വരും. ഇത്രയും വാല്യൂസ് നമ്മൾ ആഡ് ചെയ്താൽ. ഓക്കെ, ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. 6 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ നമുക്കൊക്കെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ടേംസ് എന്തൊക്കെ വരിക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 27 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 3ഉം കൂടി ആഡ് ചെയ്താൽ 27 + 5 32 വരും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇത് ഒഴിവാക്കി, ഇത് ഒഴിവാക്കി, ഇത് ഒഴിവാക്കി. ഇനി 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, അതിൻ്റെ വാല്യൂ എന്താ വരിക. 6 ഫാക്ടോറിയൽ 6 × 5 ബൈ 2 ഫാക്ടോറിയൽ 2, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 വരും. സോ +15 ഇൻറ്റു ഇവിടെ 3 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 9 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 12 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ടേംസും ഒഴിവാക്കി. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ടേം എന്താ വരാൻ പോകുന്നത്. അടുത്ത ഈ 2 ടേംസ് ആണ്. ഇതിൻ്റെ വാല്യൂ എന്താ വരിക. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, അപ്പം എന്ത് വരും. 6 × 5 × 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഉണ്ട്. സോ ഇത് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. 3 × 5 15 × 4 60 ആണ്. സോ 60 ഇൻറ്റു ഇത് 6 ആണ്, 6 വരും പ്ലസ്. അപ്പോൾ ഈ ടേം പോയി. ഇനി ഈ ടേം മാത്രമേ ബാക്കിയുള്ളൂ. അതെന്താ വരിക. 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 6 × 5 × 4 ഡിവൈഡഡ് ബൈ 6, അപ്പോൾ 20 എന്ന് വരും. 20 × 2 40 ആണ്. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി. സോ 32 പ്ലസ് 15 ഇൻറ്റു 12, അതെന്താ വരാൻ പോകുന്നത്. 15 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 150 ആണ്. 150 30 ആഡ് ചെയ്താൽ 180 എന്ന് വരും. അടുത്തത് 60 × 6 360 പ്ലസ് 40, 360 കൂടി 400, 360 40 400. ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ 212 വരും.
400 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 612 ആയിരിക്കും ആൻസർ. ഓക്കെ, 612 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ് നോക്കാം. If in the expansion of 1 plus x all raised to p into 1 minus x all raised to q, the coefficients of x and x square are 1 and minus 2 respectively. അങ്ങനെയെങ്കിൽ p square plus q square എന്താണെന്ന് ചോദിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും മാത്രം കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം, ഫുൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ടേംസ് എന്താ വരിക? ഫസ്റ്റ് 1 പ്ലസ് പി എക്സ് വരും. പി സി 1 എന്ന് വെച്ചാൽ പി എക്സ് ആയിരിക്കും. അടുത്ത് പി ഇൻറ്റു പി സി 2 എന്ന് വെച്ചാൽ പി ഇൻറ്റു പി മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇത്ര ടേം മതി, ബാക്കി ലൈനൊന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാം. അടുത്ത 1 മൈനസ് എക്സ് ഹോൾ റൈസ്ഡ് ടു ക്യൂ, അതെന്താ വരാൻ പോകുന്നത്? 1 മൈനസ് ക്യൂ എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇനി ഇതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് ചോദിച്ചത്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് വരാനുള്ള സാധ്യതകൾ എന്താണ്? ഒന്ന് ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ ചെയ്താൽ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. ഇനി അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് രണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ട് ചെയ്താൽ എന്താ വരിക? ഇവിടെ പി, ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ഉണ്ട്. സോ പി മൈനസ് ക്യൂ ആയിരിക്കും കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, അതായത് ഇവിടെ 1. ആ 1 ആണ് ഈ 1. സോ പി മൈനസ് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരിക? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കാൻ കുറച്ച് വഴികളുണ്ട്. ഒന്ന് ഈ ഒരു സംഭവം പിന്നെ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. പിന്നെ ഈ ഒരു സംഭവം പിന്നെ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. പിന്നെ ഈ രണ്ട് ടേംസും കൂടി മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് പി ഇൻറ്റു പി മൈനസ് 1/2, അടുത്തത് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1/2. ഇനി അടുത്തത് ഈ രണ്ട് ടേംസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് മൈനസ് പി ക്യൂ ആയിരിക്കും. ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്. അതിൻ്റെ വാല്യൂ എന്താ? -2 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി, രണ്ട് വേരിയബിൾസ് ആയി സോൾവ് ചെയ്യാൻ പറ്റും, പിയും ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് പി സ്ക്വയർ മൊത്തം ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പി സ്ക്വയർ മൈനസ് പി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ പീനെ 1 പ്ലസ് ക്യൂ എന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. സോ മൊത്തം 2 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 1 പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് 1. പി മൈനസ് 1 എന്ന് വെച്ചാൽ എന്താ വരിക? ക്യൂ എന്ന് വരും. ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 ഇല്ല, ഇവിടെ 2 ഉണ്ട്. -2q ഇൻറ്റു പിക്ക് പകരം 1 പ്ലസ് ക്യൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു -4, കാരണം മൊത്തം ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇവിടുന്ന് ക്യൂ അങ്ങ് പുറത്തെടുത്താൽ നമുക്ക് എന്താ കിട്ടുക? മൊത്തത്തിൽ ക്യൂ അങ്ങ് പുറത്തെടുത്താൽ ഇവിടെ 1 പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ ക്യൂ മൈനസ് 1 ഉണ്ട്, ഇവിടെ -2 ഇൻറ്റു 1 പ്ലസ് ക്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ -2 - 2q ഈസ് ഈക്വൽ ടു -4. അതായത് -1ഉം 1ഉം കട്ടായി പോവും, ക്യൂവും ഈ ക്യൂവും പിന്നെ ഈ -2q കട്ടായി പോവും. അപ്പോൾ ഇവിടെ എന്താ വരിക? -2q ആണ് വരാം. ഓക്കെ, സോ -2q ഈക്വൽ ടു -4. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ പിൻ്റെ വാല്യൂ എന്താ? പിൻ്റെ വാല്യൂ 1 പ്ലസ് ക്യൂ ആയിരുന്നു, അത് 3 ആയി മാറും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അതിൻ്റെ വാല്യൂ എന്താ വരിക? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് 4 പ്ലസ് 9 13 ആയിരിക്കും റൈറ്റ് ആൻസർ. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വലിയ ബുദ്ധിമുട്ടില്ല, ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ അത് വർക്കൗട്ട് ചെയ്യുന്നിടത്തും ഒരു ചെറിയൊരു ബ്രില്യൻസ് കാണിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സോ 6th ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. ഫോർ സം n not equal to 10, the coefficients of 5th, 6th and 7th term of a binomial expansion is in be in AP. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ദി എക്സ്പാൻഷൻ 1 + 6 ^ n + 4 ആണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, സോ ഈ ഒരു എക്സ്പാൻഷൻ്റെ 5th, 6th, 7th ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം
ടി ആർ പ്ലസ് വൺ ടേം എന്ന് വെച്ചാൽ എന്തായിരിക്കും എൻ സി ആർ ഇൻറ്റു എൻ സി ആർ ഇൻറ്റു എക്സ് റേസ് ടു ആർ ആയിരിക്കും. ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ. സോ T5 എന്ന് വെച്ചാൽ എന്താ വരിക? n പ്ലസ് 4 C4. ഓക്കെ, കോഎഫിഷ്യൻറ്റ് മാത്രമല്ല ചോദിച്ചുള്ളൂ, അപ്പോൾ നമുക്ക് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത് നമുക്ക് T6 എന്ന് ചോദിച്ചാൽ അത് n പ്ലസ് 4 C5 ആയിരിക്കും. T6 ആണ് ചോദിച്ചുള്ളത്, അത് T7 ആണ് ചോദിച്ചുള്ളത്, അത് n പ്ലസ് 4 C6 ആയിരിക്കും. ഇവർ 3 പേര് എ പിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 2 ടേമും കൂടി ആഡ് ചെയ്താൽ ഇതിൻ്റെ ഡബിൾ ആണ് കിട്ടുക. ഓക്കെ, സോ n പ്ലസ് 4 C4 പ്ലസ് n പ്ലസ് 4 C6 ഈസ് ഇക്വൽ ടു n പ്ലസ് 4 C5. ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് n പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n 4 ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. n പ്ലസ് 4 മൈനസ് 4 എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ പ്ലസ് ഇത് n പ്ലസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഈസ് ഇക്വൽ ടു ഇവിടെ എന്താ വരാൻ പോകുന്നത് n പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഓക്കെ, മുകളിൽ നിന്ന് എല്ലാ n പ്ലസ് 4കളും അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, n പ്ലസ് 4 മൊത്തം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി, കാരണം നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇനി ഞാൻ കാര്യം ചെയ്യാൻ പോകണം, മൊത്തം ഇക്വേഷൻ ഞാനൊരു n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1/4 ഫാക്ടോറിയൽ ആകും, ഇവിടെ n ഇൻറ്റു n മൈനസ് 1 ആകും ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ ഈസ് ഇക്വൽ ടു ഇവിടെ n ബൈ 5 ഫാക്ടോറിയൽ. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോകണം, മൊത്തത്തിലൊരു 6 ഫാക്ടോറിയൽ കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കാം? ഓക്കെ, ഇവിടെ 6 ഇൻറ്റു 5 മാത്രം ഉണ്ടായിരിക്കും, അവിടെ 30 ആണ് വരിക. ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല, n ഇൻറ്റു n മൈനസ് 1 ഈസ് ഇക്വൽ ടു ഇവിടെ 6n ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ വരിക? സോ 30 പ്ലസ് n ഇൻറ്റു n മൈനസ് 1 അതെന്ന് വെച്ചാൽ n സ്ക്വയർ മൈനസ് n ഈസ് ഇക്വൽ ടു 6n എന്ന് വെച്ചാൽ n സ്ക്വയർ മൈനസ് 7n പ്ലസ് 30 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതെന്താ സംഭവം? 10ഉം 3ഉം ആണ് ഇവിടെ കുറച്ച് വാല്യൂസ് വരുന്നത്. സോ 10ഉം 3ഉം നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റും? 10 മൈനസ് 3 എന്ന് എഴുതിയാൽ ശരിയാവില്ല. ഓക്കെ, സാധാരണ സോൾവ് ചെയ്ത് നോക്കാം. 7 പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് 49 മൈനസ് ഓക്കെ, ഇവിടെ ഇഷ്യൂ ഉണ്ടല്ലോ, നമ്മൾ ചെയ്തതിൽ കൊടുത്ത ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 2 ടൈംസ് ഉണ്ടല്ലേ, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ഇവിടെ 2 ടൈംസ് ഉണ്ട്. ഓക്കെ, 2b ഈക്വൽ ടു a പ്ലസ് സി ആണ് വരാൻ പോകുന്നത്. ആ 2 നമ്മൾ എടുക്കാൻ മറന്നുപോയി. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ആ 2 ഇട്ടാൽ ഇവിടെ എന്തായി? 12 ആണ് വരിക. 12n ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. 6n പകരം 12n ആയിരിക്കും. സോ ഇവിടെയും 12n. സോ n സ്ക്വയർ മൈനസ് 13n പ്ലസ് 30 ഈക്വൽ 0. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 13 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും. 10ഉം 3 ആണ് വരാൻ പോകുന്നത്. സോ n മൈനസ് 10 ഇൻറ്റു n മൈനസ് 3 ഈക്വൽ 0. അതിൽ എന്നിൻ്റെ വാല്യൂ 3ഉം വരാം 10ഉം വരാം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ n നോട്ട് ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഈക്വൽ ടു 3 എന്നങ്ങ് ഉറപ്പിക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് n ഈക്വൽ ടു 3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിൻ്റെ ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു n പ്ലസ് 4ൻ്റെ ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 3 പ്ലസ് 4 7 ആണ്. ഇതിൻ്റെ ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് വരാൻ പോകുന്നത് ഒന്നുകിൽ 7c3 അല്ലെങ്കിൽ 7c4. രണ്ട് വാല്യൂം സെയിം ആണ്, നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് 7c3 വരാൻ പോകുന്നത്? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 6 ആണ്. 6 കട്ടായി പോയാൽ 35 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ പിന്നെ കുറച്ചും കൂടി സിമ്പിൾ ആക്കിയാൽ അത്രയും സമയം ലാഭിച്ച് കിട്ടും. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Suppose a and b are the coefficients of 30th and 12th term respectively in the binomial expansion of ഇതും 2a equal to 5b ആണ്. അങ്ങനെയാണെങ്കിൽ n ൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ. ഓക്കെ,
സോ ഇതിൻ്റെ 30th ടേം അതെന്താ വരാൻ പോകുന്നത്? T30 എന്താ വരാൻ പോകുന്നത്? 2n-1 C29 x raised to കോഎഫിഷ്യൻ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കോഎഫിഷ്യൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. T30 എന്ന് വെച്ചാൽ ഇതല്ല, T30യിലുള്ള കോഎഫിഷ്യൻ്റ് മാത്രമാണ് എഴുതിയുള്ളൂ. ഇതിനകത്ത് T12 എന്താ വരാൻ പോകുന്നത്? 2n-1 C11 ആയിരിക്കും. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എ, ഇതാണ് ബി. 2a ഈക്വൽ ടു 5b ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ a/b ഈക്വൽ ടു 5/2. യെസ്, a/b ഈക്വൽ ടു 5/2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് a/b കണ്ടുപിടിച്ച് നോക്കാം. a/b എടുത്താൽ എന്താ വരിക? ഫസ്റ്റ് a എന്താ വരാൻ പോകുന്നത്? 2n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 29 ഫാക്ടോറിയൽ ഇൻറ്റു 2n-30 ഫാക്ടോറിയൽ divided by 2n-1 factorial divided by 11 factorial into 2n-22 factorial. ഓക്കെ, 22 അല്ലല്ലോ, 12 ആണല്ലോ, മാറിപ്പോയി. 12 factorial. ഓക്കെ, ഇതാണ് 5/2. അഥവാ ഒന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 11 factorial into 2n-12 factorial divided by 29 factorial into 2n-30 factorial is equal to 5/2. സോ ബേസിക്കലി ഈ രണ്ട് ടേമും കട്ട് ചെയ്ത് പോയി എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റണം. ഇതിൽ n-ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ പരിപാടി ട്രയൽ ആൻഡ് എറർ ആണ്. ഓക്കെ, ഇതിന് ഇത് ഏതാണ്ട് കട്ടായി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു നമ്പർ അല്ല, 1ൻ്റെ തൊട്ടടുത്തുള്ള ഒരു നമ്പറാണ്. എന്ന് വെച്ചാൽ ഇത് കട്ടായി പോകുന്ന നമ്പേഴ്സ് ഇവിടെ അടുത്തടുത്തുണ്ടെന്ന് മീനിങ്. എന്ന് വെച്ചാൽ 2n-30 എന്ന് വെച്ചാൽ ഏതാണ്ട് 11ൻ്റെ തൊട്ടടുത്തുള്ള നമ്പറാണ്. സോ ഞാനത് ഏതാണ്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. 2n-30 ഈസ് ഈക്വൽ ടു 11 അങ്ങ് ഇട്ട് കൊടുത്താൽ രണ്ടിൻ്റെ ഫാക്ടോറിയൽസ് ഏതാണ്ട് സെയിം ആവുകയാണെങ്കിൽ ഉള്ള കേസാണ് കണ്ടുപിടിക്കുന്നത്. 2n ഈസ് ഈക്വൽ ടു 41 അങ്ങോട്ട് കിട്ടും. n ഈസ് ഈക്വൽ ടു ഏതാണ്ട് 20.5 കിട്ടുന്നത്. n എന്തായാലും 20.5 ആവില്ല. നമുക്ക് കാര്യം ചെയ്യാം, 20 എടുത്ത് നോക്കാം. n ഈക്വൽ ടു 20 എടുത്താൽ 11 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് 20 മൈനസ് ഇത് 38 ഫാക്ടോറിയൽ കിട്ടും. ഡിവൈഡ് ബൈ 29 ഫാക്ടോറിയൽ ഇൻറ്റു ഓക്കെ n ഈക്വൽ ടു 20 എടുത്താൽ 40 കിട്ടും. 40 മൈനസ് 12 എടുത്താൽ 28 കിട്ടും. സോറി, 28 ഫാക്ടോറിയൽ. ഇവിടെ n ഈക്വൽ ടു 20 എടുത്താൽ ഇവിടെ 10 ഫാക്ടോറിയൽ കിട്ടും. ഇത് രണ്ടും കൂടി കട്ട് ചെയ്താൽ എന്താ വരിക? ഇവിടെ 11 വരും, ഇവിടെ 29 വരും. ഇതെന്തായാലും 5/2 ഈക്വൽ അല്ല എന്നറിയാം. അപ്പോൾ ഈ കാര്യം ചെയ്യാം, നമുക്ക് 20.9 പകരം 21 എടുക്കാം. n ഈക്വൽ ടു 21 എടുത്ത് നോക്കി. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? ഇവിടെ 11 ഫാക്ടോറിയൽ ഇൻറ്റു 42 മൈനസ് എന്ന് വെച്ചാൽ 30 ഫാക്ടോറിയൽ. ഓക്കെ, ഡിവൈഡ് ബൈ 29 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ n ഈക്വൽ ടു 21 കൊടുത്താൽ ഇവിടെ 42 ആവും. 42 മൈനസ് 30 എടുത്താൽ നമുക്ക് 12 ഫാക്ടോറിയൽ കിട്ടും. സോ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 12 വരും, മേലെ 30 വരും. രണ്ടിടത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10/4 എന്ന് കിട്ടും, അതായത് 5/2, വിച്ച് മീൻസ് n ഈക്വൽ ടു 21 ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കണ്ടുപിടിച്ചത്. തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. 21 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഇത് കണ്ടുപിടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കമ്പയറബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അടുത്തടുത്തുള്ള വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ n ഏതാണ്ട് കമ്പയറബിൾ ആയി കട്ട് ചെയ്ത് പോകാൻ അടുത്തുള്ള നമ്പേഴ്സ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഓക്കെ, എന്നാൽ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. ആൽഫ ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ ആർ ഈക്വൽ ടു 1 to 6 minus 3 whole raised to r minus 1 12c to r minus 1. The distance between the point and from the line alpha x minus root 3y plus 1 equal to 0. ഇത് ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചെറുതായിട്ടൊരു സ്ട്രേറ്റ് ലൈൻസും കൂടി കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടാൽ ഇങ്ങനെയൊക്കെ തന്നെ തോന്നും, ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. പക്ഷേ ഇത് കോംപ്ലക്സ് നമ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടാൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നില്ല, പക്ഷേ കോംപ്ലക്സ് നമ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ വാല്യൂസ് ആദ്യം ലിസ്റ്റ് ചെയ്യും. ഇതെന്താ സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സോ ആൽഫ എന്ന് വെച്ചാൽ 1 പ്ലസ് ഇതിന് ആറിന് വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഓക്കെ, സോ സിഗ്മ ആർ ഈക്വൽ ടു 1 to 6. ആറിന് ഓരോ വാല്യൂസ് കൊടുത്താൽ
minus 3 all raised to 0, 12c1 plus minus 3 all raised to 1, 12c3 plus minus 3 all raised to 2, 12c5 plus minus 3 all raised to 3. ഓക്കെ, ലാസ്റ്റ് ടേം കൂടി എഴുതാം. ലാസ്റ്റ് ടേം വരാൻ പോകുന്ന അങ്ങനെ പോയിട്ട് minus 3 all raised to 5, 12c11. ഇതുവരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്താണ് ആൽഫൻ്റെ വാല്യൂ. സോ നമ്മൾ സാധാരണ 1 + x ഓൾ റേസ് ടു n ഉണ്ട്, അതിൽ നിന്നും എക്സിന് 1 ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 + x ഓൾ റേസ് ടു n ഉണ്ട്, അതിൽ സിഗ്മ എന്തായിരിക്കും, ഓരോ ടേം എന്തായിരിക്കും വരിക, NCR × x⁻r ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ സാധാരണ നമ്മൾ എക്സിന് -3 കൊടുത്താലും x⁻r. ഓക്കെ, r = 0 മുതൽ n വരെ. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ r-ന് 0 കൊടുത്താലും r 0 മുതൽ n വരെ, ഇവിടെ r നോക്കും, ഇവിടെ ഒരു r, അത് രണ്ടും കമ്പയറബിൾ ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ r-1 ഉണ്ടെങ്കിൽ ഇവിടെ 2r - 1 ആണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നമുക്കിവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അത് രണ്ടും സെയിം കമ്പയറബിൾ ആയിട്ടുള്ള r ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇതൊരു r-1 ആയിരുന്നെങ്കിൽ നമുക്കൊരു x കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കമ്പയറബിൾ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഇതാണ് ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് റിസോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈക്വേഷന് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഈ -3-നെ നമ്മൾ -3 ൻ്റെ റൂട്ടിൻ്റെ സ്ക്വയർ എഴുതാം. എന്ന് വെച്ചാൽ √3i സ്ക്വയർ ഇങ്ങനെ എഴുതാൻ പോകും. ഓക്കെ, സോ ബേസിക്കലി -3 ഓൾ റേസ് ടു r - 1 എന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത്, √3i ഓൾ റേസ് ടു 2r - 2 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്നത്. അതിനെ i ആക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ആൽഫ എന്തായി മാറും, 1 + സിഗ്മ r = 1 to 6 -3 ഓൾ റേസ് r - 1 പകരം √3i × ഓൾ റേസ് ടു 2r - 2 × 12c 2r - 1. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 2r - 1 ആണ്, ഇവിടെ 2r - 2 ആണ്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു വാല്യൂ ഒന്ന് എടുത്ത് ഒഴിവാക്കാം. അതെന്താണ്, √3i ഒരു വാല്യൂ അങ്ങ് എടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കും, 1 + ഒരു 1/√3i അങ്ങ് ഞാൻ പുറത്തെടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചു, സിഗ്മ r = 1 to 6 √3i × 2r - 1 × 12c 2r - 1. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവം, ഇപ്പോൾ ഇത് ഏത് ഫോമിലായി എന്ന് വെച്ചാൽ 1 + x ഓൾ റേസ് ടു n, അതിൽ നമ്മൾ എടുക്കേണ്ടത് ഓക്കെ, എന്നാൽ ആ ഫോമും കൂടി നേരെ അങ്ങ് പറയാം. ഇത് വരുന്നത് 12c1x + 12c3x³ + 12c5x5 പ്ലസ് അങ്ങനെ 12c11x11. അതാണ് ഈ സംഭവം. ഈ എക്സിന് പകരം √3i ആണെന്ന് വിചാരിച്ചാൽ മതി. ഈ സംഭവമാണ് ഈ സംഭവം. ഇനി ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്ത് ചെയ്താൽ മതി, 1 + x ഓൾ റേസ് ടു 12 എടുക്കുക, 1 - x ഓൾ റേസ് ടു 12 എടുക്കുക, അവർ തമ്മിലുള്ള ഡിഫറൻസും അല്ലെങ്കിൽ ആഡ് അതങ്ങ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാം. സോ നമ്മൾ എന്താ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, ഈ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ 12c1 √3i + 12c3 √3i³ + 12c5 √3i³, അവസാനം 12c11 √3i ഓൾ റേസ് ടു 11. ഓക്കെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ. സോ 1 + x ഓൾ റേസ് ടു 12 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1 + 12c1 × x + 12c2 × x² പ്ലസ് അങ്ങനെ 12c12 x⁻². 1 - x ഓൾ റേസ് ടു 12 എടുത്താൽ 1 - 12c1 × x + 12c2 × x², അങ്ങനെ ലാസ്റ്റ് ടേം
12c12 x raised to 12. ഇടയ്ക്കിടയ്ക്ക് മൈനസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് ഈ ടേംസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 + x all raised to 12 minus 1 - x all raised to 12 divided by 2. എന്തിനാണ് ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2 ടൈംസ് ഉണ്ടായിരിക്കില്ല. ആ 2 ടൈംസ് മൊത്തം ഒഴിവാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായി? 12c1 × x plus 12c3 x³ പ്ലസ് അങ്ങനെ 12c11 x raised to 11 വരെ വരും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് പകരം √3i അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് പകരം √3i കൊടുത്താൽ എന്തായി? ഈ സംഭവം നേരെ 1 + √3i all raised to 12 minus 1 minus √3i all raised to 12 divided by 2. ഇതാണ് ഇവിടെ വരേണ്ടത്. ഈ സംഭവത്തിന് പകരം വരേണ്ടിയിരിക്കും. ഓക്കെ, സോ ആൽഫ ഈസ് ഈക്വൽ ടു 1 + 1/3i √3i ഇൻറ്റു 1 + √3i all raised to 12 minus 1 minus √3i all raised to 12. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്തെങ്കിൽ വളരെ നല്ലതാണ്. ഇനിയാണ് അധികം എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം വരാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ആദ്യം തന്നെ ഞാൻ പറയുന്നത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇതുവരെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. കാരണം ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ നിന്നും നമുക്ക് 6 മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ √3i ആക്കണം, കോംപ്ലക്സ് നമ്പർ ആക്കണം എന്നൊക്കെ അറിഞ്ഞാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമോ എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടം വരെ എത്തിച്ചതിൻ്റെ ശേഷം ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ω = -½ + √3/2. ω² = -½ - √3i/2. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ സംഭവത്തിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1 ആയിരിക്കും. ഈ സംഭവത്തിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ നേരെ ഒരു മൈനസ് ഇട്ട് കണ്ട് സ്ക്വയർ ചെയ്ത് വന്നേ ഉള്ളൂ. ഇത് വെച്ചാൽ ω² ഡബിൾ. ഓക്കെ, ഈ 2 കൊണ്ട് പോയി ഓൾറേസ് 12 ആയതുകൊണ്ട് മൈനസ് ഇട്ടാലും മൈനസ് ഇല്ലെങ്കിലും കറക്റ്റ് കണക്കാണ്. സോ 1 + 1/√3i ഇൻറ്റു ഇതെന്താ സംഭവം? -2ω² all raised to 12 മൈനസ് ഈ ടേം എന്താ? ഇതെന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ -2ω all raised to 12 divided by 2. ഓക്കെ, സോ ഇത് 1 + 1/√3i ഇൻറ്റു ഈ സംഭവം എന്ന് വെച്ചാൽ ω² all raised to 24. നമുക്കറിയാം ω³ എന്ന് വെച്ചാൽ 1 ആണെന്ന് അറിയാം. ഓക്കെ, സോ ω raised to 24 എന്ന് വെച്ചാൽ ω³ ഒരു പവറാണ്. വിച്ച് മീൻസ് ഇത് മൊത്തത്തിൽ എന്തായി മാറും? 2 raised to 12 ആയി മാറും. ഇതെന്തായി മാറും? ഇതും അതുപോലെ തന്നെ 2 raised to 12 ആയി മാറും. സോ ഈ ടേം മൊത്തത്തിൽ 0 ആയി. നമ്മുടെ ഫൈനൽ ആൻസർ ആൽഫൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഈ ഒരു സംഭവത്തിന് ഇത് മൊത്തത്തിൽ 0 ആണെന്നാണ് വേറെ രീതിയിൽ പറഞ്ഞത്. അതിങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. അല്ലാത്ത രീതിയിൽ നമ്മൾ വെറുതെ വാല്യൂ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി കുറച്ച് ടൈം എടുക്കും. യെസ്, പക്ഷെ എന്നാലും ചിലപ്പോൾ അതായിരിക്കും ഈസി. 2 കേസും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ആൽഫൻ്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. 12,√3 നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. α(x - √3y + 1) എന്ന് വെച്ചാൽ x - √3y + 1 = 0. ഈ ലൈനും പിന്നെ 12,√3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ എന്താ വരിക? 12 - √3 × 3 + 1 ഡിവൈഡഡ് ബൈ √1 + 3. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? 14. ഓക്കെ, ഇത് 10 എന്ന് വരും. 10/2 5 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 5 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, എന്നാൽ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, let the coefficients of the 3
consecutive terms of the three consecutive terms in the binomial expansion be in GP. Okay, let P be the number of all possible values of R, and let Q be the Q be the sum of all rational terms of the binomial expansion. അങ്ങനെയാണെങ്കിൽ P plus Q എന്താണെന്ന് ചോദിച്ചത്. ഫസ്റ്റ് നമുക്ക് P എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആറിൻ്റെ ഓൾ പോസിബിൾ വാല്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ TR plus 1 TR plus 2 എത്രാമത്തെ ടേംസ് ആണ് GP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ A plus B ഓൾറെഡി 12ൻ്റെ 3 ടേംസ് നമുക്ക് നോക്കാം. TR എന്നുള്ളതിൻ്റെ ഒരു കോഎഫിഷ്യൻറ്റ് മാത്രം നമ്മൾ എഴുതുന്നത്, TRth ടേം അല്ല എഴുതാൻ പോകുന്നത്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് മാത്രം. സോ 12C R minus 1 കോഎഫിഷ്യൻറ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ. അടുത്ത TR plus 1 വരാൻ പോകുന്നത് 12CR ആയിരിക്കും. അടുത്ത TR plus 2 വരാൻ പോകുന്നത് 12CR plus 1 ആയിരിക്കും. എന്താ പറഞ്ഞിട്ടുള്ള ഈ 3 ടേംസ് GPയിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയർ ആണ് കിട്ടുക. സോ 12CR minus 1 ഇൻറ്റു 12CR plus 1 ഈക്വൽ ടു 12CR ഇൻറ്റു 12CR. സോ 12 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇവിടെ എന്താ വരിക, R minus 1 ഫാക്ടോറിയൽ ഇൻറ്റു R plus 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ 12 minus R minus 1 എന്ന് വെച്ചാൽ 13 minus Rൻ്റെ ഫാക്ടോറിയൽ, ഇവിടെ 11 minus Rൻ്റെ ഫാക്ടോറിയൽ ഈസിക്കൽ ഇവിടെ എന്താ വരാൻ പോകുന്നത് 12 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ ഇൻറ്റു 12 minus R ഫാക്ടോറിയൽ ഇൻറ്റു 12 minus R ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ മേലെ 12 ഫാക്ടോറിയലും 12 ഫാക്ടോറിയലും ഒക്കെ കട്ടായി പോകും. സോ ഇവിടെ R ഫാക്ടോറിയലും രണ്ട് സൈഡിൽ നിന്നും കട്ടായി പോകില്ല. ഇവിടെ ഒരു R ഫാക്ടോറിയലും ഒരു R ഫാക്ടോറിയലും ഒരു R plus 1 ഫാക്ടോറിയലും കൂടി കട്ടായി പോയാൽ നമ്മൾ ഇതിനെ കൂടി റെസിപ്രോക്കലും കൂടി എടുക്കാൻ പോകണ്ടോ. എല്ലാം 1/, ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാൻ പോകും. സോ ഇവിടെ ഒരു R plus 1 ഉണ്ടായിരിക്കും. പിന്നെ ഒരു R ഫാക്ടോറിയലും ഒരു R minus 1 ഫാക്ടോറിയലും കൂടി കട്ടായി. എന്ന് വെച്ചാൽ മറ്റേ സൈഡിൽ ഒരു R ഉണ്ടായിരിക്കും. സോ ഇവിടെ ഒരു R ഉണ്ടായിരിക്കും. ഇനി അടുത്ത 12 minus R ഫാക്ടോറിയലും ഒരു 12 minus R ഫാക്ടോറിയലും പിന്നെ ഒരു 30 minus R കൂടി കട്ട് ചെയ്ത് പോയാൽ നമ്മൾ ഈ സൈഡിൽ 13 minus R ഉണ്ടായിരിക്കും. ഇനി ഈ സൈഡിൽ ഉണ്ടായിരിക്കുക 12 minus Rഉം 12 minus R ഫാക്ടോറിയലും 11 minus Rഉം കൂടി കട്ട് ആയി പോയാൽ മറ്റേ സൈഡിൽ 12 minus R ഫാക്ടോറിയൽ ഉണ്ട്. 12 minus R ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സംഭവം കണ്ടുപിടിക്കാം. സോ R ഇൻറ്റു ഇത് 13 R വരും മൈനസ് R² പ്ലസ് 13 മൈനസ് R ഈസിക്കൽ ടു 12R മൈനസ് R². ഇവിടെ എന്തൊക്കെ കട്ടായി പോകും, ഒരു R² കട്ടായി പോകും. ഈ 13 മൈനസ് R എടുത്താൽ നമുക്ക് 12R കിട്ടുക. ആ 12R 12 കട്ടായി പോകും. അത് നമുക്ക് എന്ത് കിട്ടും, 13 ഈക്വൽ ടു 0 എന്ന് കിട്ടും. യെസ്, പുതിയ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. യെസ്, എവിടേക്കൊക്കെ അയച്ചു കൊടുത്താൽ നമുക്ക് പലതും ആവാൻ പറ്റും. ഓക്കെ, സോ കോമഡിക്ക് പറഞ്ഞതല്ല, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 13 ഈക്വൽ 0 കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അസംഷൻ എടുത്തോടത്ത് തന്നെ തെറ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. അസംഷൻ എടുത്തത് എന്താണ്, ഇവർ GPയിലാണെന്നാണ്. ആ GP എന്നുള്ള സംഭവം തെറ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ P be the number of all possible values of R എന്ന് വെച്ചാൽ Pൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം P എന്നുള്ള സംഭവം R എന്നുള്ള സംഭവം എക്സിസ്റ്റ് ചെയ്യില്ല. സോ Pൻ്റെ വാല്യൂ 0 ആണ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഒരിക്കലും ഇത് വർക്കൗട്ട് ചെയ്തിട്ട് 13 ഈക്വൽ 0 എന്ന് കിട്ടിയാൽ അയ്യോ ചെയ്ത് മൊത്തം തെറ്റിപ്പോയി, ഒന്നും കൂടി ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഓക്കെയാണ്, ഒന്നും കൂടി ചെക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ചെയ്ത മൊത്തം തെറ്റല്ല, ചെയ്ത് കറക്റ്റ് തന്നെയാണ്. അസംഷനാണ് തെറ്റ്. ഇത് GPയിലാണെന്ന് വിചാരിച്ചതാണ് തെറ്റ്. ഓക്കെ, സോ Pൻ്റെ വാല്യൂ 0 ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഓക്കെ, നമുക്ക് അടുത്ത Qൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ Q be the sum of all rational terms of the binomial expansion. ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനിലുള്ള ഓൾ റാഷണൽ ടേംസ് എന്താണെന്ന് ചോദിച്ചത്. അതും കൂടി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഫോർത്ത് റൂട്ട് ഓഫ് 3 പ്ലസ് തേർഡ് റൂട്ട് ഓഫ് 4 ഓൾ റൈസ് ടു 12 അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിലെ റാഷണൽ ടേംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. നമുക്ക് ഈ കാര്യം ചെയ്യാം. ഇതെന്താ വരിക, സിഗ്മ 12CR ഇൻറ്റു കാര്യം ചെയ്യാം. നമുക്ക് ആ മൾട്ടിനോമിയൽ തിയറി എഴുതല്ലേ, അതിൻ്റെ ഫോംസിൽ തന്നെ എഴുതാം. 12 ഫാക്ടോറിയൽ ബൈ P ഫാക്ടോറിയൽ ഇൻറ്റു Q ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 3 raised to P/4 into 4 raised to 12/3.
q/3. ഓക്കെ, ഇനി പിക്കും ക്യൂക്കും വരാൻ പറ്റുന്ന വാല്യൂസ് നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാം. കാര്യം ശ്രദ്ധിക്കുക, പിയും ക്യൂവും കൂടി ആഡ് ചെയ്താൽ 12 കിട്ടണം. സോ ഫസ്റ്റ് പിക്ക് ഏതൊക്കെ വാല്യൂസ് വരാൻ പറ്റും? 0 വരാൻ പറ്റും. ഓക്കെ, പിക്ക് 0 വന്നാൽ ക്യൂക്ക് 12 വരും. ഇനി അടുത്ത് പിക്ക് നമുക്ക് 4 കൊടുക്കാൻ പറ്റും. 4 കൊടുത്താൽ ക്യൂക്ക് ഏതാ വാല്യൂ വരിക? 8 വരും. 8 ഇവിടെ പോസിബിൾ ആണോ? 8/3 പോസിബിൾ അല്ല, അത് ഇറാഷണൽ ആയിട്ടുള്ള നമ്പറാണ് വരിക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി? റാഷണൽ ആയിട്ടുള്ള ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ 4 കൊടുത്താൽ ഇവിടെ 8 വരണം. 8+4 ചെയ്താൽ 12 കിട്ടും. പക്ഷേ 8/3 ഇവിടെ പോസിബിൾ അല്ല. സോ നമുക്ക് 4 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് 8 ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ 8 ആഡ് ചെയ്താൽ ഇവിടെ 4 വരും, അതും പോസിബിൾ അല്ല. ഇനി അടുത്ത പോസിബിലിറ്റി 12 ആണ്, അപ്പോൾ ഇവിടെ 0 വരും. സോ ഈ രണ്ട് കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ വരാൻ പോകുന്നത്? 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കേസ് 0 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഇൻറ്റു 4^12, അപ്പോൾ 4^4 എന്ന് വരും. ഓക്കെ, അടുത്ത ടേം വരാൻ പോകുന്നത് 12 ഫാക്ടോറിയൽ ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ ഇൻറ്റു 3^3. സോ ഇതാണ് ഇതിൻ്റെ വാല്യൂസ്. 4^4ഉം 3^3ഉം കൂടി ആഡ് ചെയ്യുക, അതാണ് ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? 4^4 എന്ന് വെച്ചാൽ 256 ആണ്. 3^3 എന്ന് വെച്ചാൽ 27 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 3ഉം 1ഉം 283 ആണ് വാല്യൂ. പിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് പി പ്ലസ് ക്യൂൻ്റെ വാല്യൂ 283 കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 283 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ലെങ്തിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഡൗട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് മൊത്തം ഒന്നും കൂടി റീചെക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷേ തെറ്റില്ല എന്ന് മനസ്സിലാക്കണം. യെസ്, അടുത്തത് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, the least value of n for which the number of integral terms of the binomial is 183. Okay, number of integral terms of the binomial. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിന് ഡിഫറെൻ്റ് ആണ്. കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, റാഷണൽ ടേംസിൻ്റെ കേസ് കണ്ട മാതിരിയൊക്കെ എന്ന് തോന്നും, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യെസ്, ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം അത് ഇൻ്റഗ്രൽ നമ്പർ ആയിരിക്കും. കാരണം ഫസ്റ്റ് ടേം എന്താ വരാൻ പോകുന്നത്? NCR ഇൻറ്റു ഇതിൻ്റെ റേസ് ടു n. ഓക്കെ, ഇൻ്റഗ്രൽ ടേം ആയിരിക്കണം. സോ നമുക്കറിയാം അതിൻ്റെ ഒരു ടേം വരാൻ പോകുന്നത്, ജനറൽ ടേം വരാൻ പോകുന്നത് 12C. ഓക്കെ, സിക്ക് പകരം ഞാൻ മറ്റേ രീതിയിൽ എഴുതാം, മൾട്ടിനോമിയൽ തിയറം എഴുതുന്ന രീതിയിൽ എഴുതാം. 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ P ഫാക്ടോറിയൽ ഇൻറ്റു Q ഫാക്ടോറിയൽ 7^3 P/3 ആൻഡ് 11^Q/12. ഓക്കെ, ഇത് 12 അല്ലേ, ഇത് n ആണല്ലോ, സോറി മാറിപ്പോയി. ഓക്കെ, ഇനി നമ്മളിവിടെ ഇൻ്റഗ്രൽ ടേംസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഈ വാല്യൂ എന്തായാലും 3നെക്കാട്ടിയും വലിയ നമ്പറാണ് 12. മാത്രമല്ല 3ൻ്റെ ഒരു മൾട്ടിപ്പിളും കൂടിയാണ് 12. സോ 12 ഏതൊക്കെ പ്രാവശ്യം എന്താണെന്ന് നോക്കിയാൽ മതി. യെസ്, 12 എപ്പോഴൊക്കെയാണോ, അതാ ഈ ടേം എപ്പോഴൊക്കെയാണോ അതിൻ്റെ പവറിൽ വരുന്ന ഏതൊക്കെ ആ ടേം എപ്പോഴൊക്കെയാണോ ഇൻറ്റിജർ ആവുന്നത് എന്ന് നോക്കിയാൽ മതി. അത് ഇൻറ്റിജർ ആവുകയാണെങ്കിൽ ഇതും ഇൻറ്റിജർ ആയിരിക്കും. കാരണം ഈ n എന്ന് വെച്ചാൽ എന്തായിരിക്കണം? 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുണ്ട്. ഓക്കെ, n 12ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലെ ടേംസ് ഇൻറ്റിജർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ടോട്ടൽ ഇൻറ്റിജറിൻ്റെ ലെങ്ത്ത് ടേംസ് 183 ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ നമുക്ക് 0th ടേം വരാൻ പോകുന്നത്, ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ നമ്മൾ 6ൻ്റെ കേസിൽ ഉള്ള രീതിയിൽ പറയാം. 6ൻ്റെ കേസിൽ 0th ടേം വരാൻ പോകുന്നത് ഇൻറ്റിജർ ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് ടേം വരാൻ പോകുന്നത് 182th ടേം വരാൻ പോകുന്നത്, 182th ടേം അല്ല, 182th ഇൻറ്റിജർ ടേം വരാൻ പോകുന്നതും ഇൻറ്റിജർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എത്ര ടേംസ് ഉണ്ട്? ഇത് 183 ടേംസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സോ ഫസ്റ്റ് ടേം 0th ടേം, ലാസ്റ്റ് ഇൻറ്റിജർ ടേം എന്ന് വെച്ചാൽ 182 എന്ന് വെച്ചാൽ ഇവിടെ ഓരോ രണ്ട് ടേംസ് തമ്മിലുള്ള എത്ര ടേംസിൻ്റെ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അത് നമുക്കറിയാം, അത് 12 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടേം എടുത്താൽ നമുക്ക് ഈ ടേമിൻ്റെ പവേഴ്സ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേം കണ്ടുപിടിച്ചാൽ 11^0/12 ആയിരിക്കും.
ഓക്കെ, നമ്മൾ ഈ കേസ് കണ്ടില്ലേ, ഇത് ക്യൂവിൻ്റെ കേസാണ് കേട്ടോ. ക്യൂവിൻ്റെ വാല്യൂസ് വരുന്നതാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് വരാൻ പോകുന്നത് 0. അടുത്ത കുറേ ടേം കഴിഞ്ഞിട്ട് 11^12 വരും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 11^24/12 വരും. അങ്ങനെ അവസാനത്തെ ടേം ആയിരിക്കും 11^182/12. ബേസിക്കലി ഇത്ര ടേംസ് ആണ് നമ്മളേക്കുള്ളത്. ഇതാണ് ഫസ്റ്റ് ടേം. ഞാൻ ഇതിനെ Q = 0 എന്ന് എടുക്കാനുള്ള കേസ് ഇതാണ്. ഇത് 182 ടേം. സോ ഇത് എത്ര ടേം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഓരോ ഗ്യാപ്പും എത്രയായിരിക്കും? 12 ടേംസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ ഇത് എത്ര ടേംസ് ഉണ്ടെന്ന് വെച്ചാൽ 182 × 4 ആയിരിക്കും. അതെന്താ വരാൻ പോകുന്നത്? ഇവിടെ 8 വരും. 2 3 സോറി 12 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, മാറിപ്പോയി. 4 6 1 3 2 8 1 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 4 8 1 2 2184 ടേംസ് ഉണ്ട്. ഓക്കെ, അതിൽ ആ 0ൻ്റെ കേസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ എന്നിന് ഏത് വാല്യൂ ആയാലാണ് 2184 + 1 ടേംസ് ഉണ്ടായിരിക്കാം. ഇതിപ്പോൾ നമ്മൾ 182നെ നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത്രയും ടേംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും ടേംസ് ആണ് എന്ത് വരാൻ പോകുന്നത്? 182 ടേംസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഇത് 182 അല്ല, 182 × 12 ആയിരിക്കും. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 182 × 12 ആയിരിക്കും വരാം. ഓക്കെ, കാരണം ഇത്രയും ഇൻറ്റിജർ ടേംസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 183 ഇൻറ്റിജർ ടേംസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0 1 2 3 അങ്ങനെ 182 × 12 ഇത് മൊത്തം 183 ടേംസ്. സോ ഇത് എത്ര ടേംസ് ഉണ്ട് കണ്ടുപിടിക്കാൻ? ഇത്രയും ടേംസ് എത്ര ഉണ്ട്? 182 × 12 2184 ടേംസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ 0 കൂടി ആഡ് ചെയ്താൽ, ഈ കേസും കൂടി ആഡ് ചെയ്താൽ 2184 + 1 ടേംസ് ഉണ്ട്. എന്നിൻ്റെ വാല്യൂ എത്ര ആയാലാണ് നമുക്ക് 2184 + 1 ടേംസ് ഉണ്ടാവുക? എന്നിൻ്റെ വാല്യൂ 2184 ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b ⁻n ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനിൽ n+1 ടേംസ് ഉണ്ടായിരിക്കും. സോ എന്നിൻ്റെ വാല്യൂ ഇതായാലാണ് നമുക്ക് n+1 ടേംസ് കിട്ടും. ഓക്കെ, ഇത് പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. ദ റിമൈൻഡർ വെൻ 7^103 is divided by 23. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും ബൈനോമിയൽ തിയറത്തിൽ തന്നെ. സോ 7^23 നമുക്ക് ഇതിനെ സിമിലർ ആയിട്ടുള്ള അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 7ൻ്റെ ഏതെങ്കിലും പവേഴ്സ് 23ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ 7² എന്താ വരിക? 49 വരും. 49 എന്ന് വെച്ചാൽ 46 + 3 ആണ്. 46 എന്ന് വെച്ചാൽ 23ൻ്റെ പവർ. സോ 7^103നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7 അങ്ങ് മാറ്റി വെക്കുക. 7 × 7^102 ഡിവൈഡ് ബൈ 23 എന്ന് വെച്ചാൽ എന്താ വരിക? 7 × 49^51 എന്ന് വരും. അതായത് 46 + 3 51 എന്ന് വരും ഡിവൈഡ് ബൈ 23. എന്താ സംഭവം? ഞാനൊരു 7² എടുത്തു. 7² എന്ന് വെച്ചാൽ 49 ആണ്. 49^51. ഇനി ഇതിൽ നമുക്ക് ബൈനോമിയൽ തിയറി ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേമിലും 46 ഉണ്ടായിരിക്കും. 46 ഒക്കെ 23 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് എടുത്താൽ മതി? നമുക്ക് 33^51 × ആ 7 മാത്രം എടുത്താൽ മതി ഡിവൈഡ് ബൈ 23. ഇനി നമുക്ക് 3ൻ്റെ പവേഴ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കാം. ഓക്കെ, 3ൻ്റെ പവേഴ്സിൽ നമുക്ക് 81 എടുത്ത് നോക്കാം. 81 ആക്ച്വലി കുറച്ചും കൂടി നല്ലൊരു നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. 7 × 3^51/23. ഇനി നമുക്ക് 3ൻ്റെ പവേഴ്സിൽ ഏതെങ്കിലും 23ൻ്റെ അടുത്തുള്ള മൾട്ടിപ്പിൾസ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഇത് വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം 3³ എന്ന് വെച്ചാൽ 27 എന്ന് നമുക്കറിയാം. 3³ 27 ആണെങ്കിൽ അത് 27 ആണെങ്കിൽ 23 + 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈക്വൽ എന്താ വരിക? 7 × 3³ നമ്മൾ എടുത്താൽ 51 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
ഇത് 27 23 പ്ലസ് 4 ഓൾ റേസ് ടു 51 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 117 ഉണ്ട്. ഓക്കെ, യെസ്, ഡിവൈഡ് ബൈ 23. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതി 23 ടേംസ് എല്ലാം ഒഴിവാക്കാം. എക്സ്പാൻഷനിൽ ലാസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. 7 × 4⁻17 ഡിവൈഡ് ബൈ 23. ഇനി 4ൻ്റെ പവേഴ്സിൽ ഏതെങ്കിലും അടുത്തുള്ള വാല്യൂസ് ഉണ്ടോ നോക്കാം. സോ 4ൻ്റെ പവേഴ്സിൽ 16 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 64 കൺസിഡർ ചെയ്യാൻ പറ്റും നോക്കാം. 23 × 4 ഇല്ല, അതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മൈനസ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഇനി 4⁻4 എടുത്താൽ നമുക്ക് 256 ആണ് കിട്ടുക. 256 23ൻ്റെ അടുത്തുള്ള നമ്പറാണോ? 23 × 11 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 253 ആണ്. അപ്പോൾ നമുക്ക് 4⁻4 എടുക്കാം. സോ ഒരു 4 നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7 × 4 × 4⁻16. 4⁻16 എന്ന് വെച്ചാൽ 4⁻4 ഓൾ റേസ് ടു 4 ആണ്. അതായത് 256 ഓൾ റേസ് ടു 4 ആണ്. 256 ഓൾ റേസ് ടു 4 എന്ന് വെച്ചാൽ എന്താ വരിക? 253 + 3 ഓൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 23. ഓക്കെ, സോ ആ 253 നമുക്ക് ഒഴിവാക്കാം. ലാസ്റ്റ് 3⁻4 മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ 7 × 4 × 3⁻4. 3⁻4 എന്ന് വെച്ചാൽ 81 ഡിവൈഡ് ബൈ 23. ഓക്കെ, സോ ഇതിൽ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് 28 × 81 ഡിവൈഡ് ബൈ 23 എന്ന് എഴുതാം. ഈക്വൽ ടു 28നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 ആണ് റിമൈൻഡർ കിട്ടാൻ. ഓക്കെ, 81നെ നമ്മൾ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുക? 23 × 4 ചെയ്താലാണെന്ന് തോന്നുന്നു. സോറി, 3 ചെയ്യാം. 3 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 16 എന്ന് കിട്ടും. 81ഉം 61ഉം നമ്മൾ വ്യത്യാസം എന്താ വെച്ചാൽ 12 ആണ് ഡിഫറൻസ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 81നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12 ആണ് റിമൈൻഡർ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോഡുലാർ അരിത്മെറ്റിക്കൽ ഒരു റൂളാണ്. ഈ 28നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 റിമൈൻഡർ കിട്ടും. 81നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 റിമൈൻഡർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത സംഭവത്തിനെ ഡിവൈഡ് ചെയ്താലും ഓരോ റിമൈൻഡേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു റൂളുണ്ട്, മോഡുലാർ അരിത്മെറ്റിക്കൽ റൂളാണ്. അപ്പോൾ ഇതെന്ത് വന്നു? 60/23. 60 എന്നുള്ള നമ്പറിനെ നമുക്ക് 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടാം? സോ 23 × 2 ചെയ്താൽ നമുക്ക് 46 കിട്ടും. 60 - 46 ചെയ്താൽ നമുക്ക് 14 എന്നുള്ള നമ്പർ കിട്ടും. സോ 14 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു +1 എന്ന് പറഞ്ഞാണ് വരാറ്. ഒരു +1 എന്നുള്ള രീതിയിൽ അങ്ങ് ബൈനോമിയൽ തിയറം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ +1 അല്ല വരുന്നത്, അതുകൊണ്ടാണ് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വന്നത്. ഓക്കെ, സോ മോഡുലാർ അരിത്മെറ്റിക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ നിർബന്ധമാണ്. വിക്കിപീഡിയ നേരെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതോടെ നമ്മൾ ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചാപ്റ്ററിൽ വീണ്ടും കാണാം.